MP ഇവിടെ വന്ന് ചെയ്യുന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു MP ഉണ്ടാവണമെന്നുള്ള സൂചന മാത്രമാണ് ഞാൻ തന്നിട്ടുള്ളത്. എന്റെ പാർട്ടിക്ക് നിങ്ങൾ ഭരണം തരണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ലഭ്യതയ്ക്ക് ഇനി പുതിയ ഒരു മേച്ചിൽപ്പുറം തേടാനുണ്ടെങ്കിൽ ആ മേച്ചിൽപ്പുറം തയ്യാറാണ് എന്ന് നിങ്ങളെ അറിയിക്കാനാണ് വന്നത്. അപ്പോൾ പൊതുവായ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ഒരു ആവശ്യങ്ങൾക്കുള്ള വേദി അല്ലത്. അതങ്ങനെ വന്നാൽ തന്നെ നേരിട്ട് ഇവിടുത്തെ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ അത് സ്വീകരിക്കും. അവരതിനുള്ള വഴി കാണും. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ്. പൊതുവായ ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള സംഗമത്തിൽ പറയാവുന്ന കാര്യം അത് രാഷ്ട്രീയ ചർച്ചയാകാതിരുന്നാൽ നല്ലത്. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മറുപടി എന്ന രൂപേണ കുറച്ച് രാഷ്ട്രീയം വന്നു പോകുന്നുണ്ട്. അത് പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഏജന്റുമാരൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ചുറ്റും. അപ്പോ അവർക്ക് വേണ്ടുന്ന ഡീറ്റെയിൽ നമ്മൾ കൊടുക്കണം. അത് ഞാൻ കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരത് നല്ലതുപോലെ ഭക്ഷിച്ച് കൊഴുത്ത് വളരട്ടെ. അവർ എതിർ ദിശയിൽ എതിർപ്പുമായി മുന്നിൽ നിൽക്കുന്നതാണ് നമുക്ക് ശക്തി പകരുന്ന, അല്ലെങ്കിൽ ശക്തമായ മുന്നേറ്റത്തിന് എപ്പോഴും ഇന്ധനമാവുന്നത് എതിർപ്പുകളാണ്. ആ എതിർപ്പ് ഞാൻ കലുങ്ക് തുടങ്ങിയതിനു ശേഷം അന്യായമായി നേരിടുന്നുണ്ട്. പക്ഷെ എനിക്കത് ശക്തിയാണ് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വേഗം വിഷയത്തിലേക്ക് വെയിലുറക്കുന്നതിന് മുമ്പ് കടക്കാം. അമലുണ്ട് എങ്കിൽ പോലും. എൻ്റെ പേര് രാജേഷ്. ഞാൻ PRDS യുവജന സംഘത്തിന്റെ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ എനിക്കൊരു ആശയമുള്ളത്, വളർന്നു വരുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പഠിച്ച് വിദ്യാഭ്യാസപരമായിട്ട് തൊഴിലിന് വേണ്ടി പല ഓഫീസുകളിലും കയറി ഇറങ്ങുമ്പോഴും അവർക്കൊരു തൊഴിൽ മേഖലയിൽ അവർക്കൊരു പഠിച്ചതിൻ്റെ ജോലി കിട്ടുന്നില്ല. അപ്പം അതിന്റെ സാറിന്റെ ഒരു ഇടപെടൽ നോക്കം ഉണ്ടാവണമെന്ന്. എന്റെ ഇടപെടലല്ല, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യവ്യാപകമായിട്ടുള്ളത് കൊണ്ട് അതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കും. മുൻകാലങ്ങളിൽ ഈ റോഡ് സൈഡ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുക. അത് വെട്ടിത്തെളിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാം പറമ്പ് വൃത്തിയാക്കുക, മഴക്കുഴി എടുക്കുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. സാർ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. വണ്ടി വന്നാൽ ഒന്ന് മാറി നിൽക്കാൻ പോലുള്ള ഒരു സൗകര്യം ഇല്ലാതെ റോഡ് സൈഡുകൾ കിടക്കുന്നത്. പിന്നെ ഈ 8 മണി തൊട്ട് 5 മണി വരെ ആ സമയം വെച്ചിരിക്കുന്ന തൊഴിലുറപ്പിന്. 5 മണി കഴിഞ്ഞ് ഞങ്ങൾ പറമ്പിൽ നിന്ന് കയറിയ ദൂരെയൊക്കെ ആണെങ്കിൽ ഒരു 6 മണി കഴിയാൻ ഞങ്ങൾ വീട്ടിലെത്തത്തില്ല. അപ്പം സാർ അതിന്റെ ഒരു സമയം ഒന്ന്. അല്ല, ഇതിനു വേണ്ടി ഞാൻ ശ്രമിച്ചതാണ്. ഇലക്ഷന് മുമ്പ് തന്നെ ശ്രമിച്ചതാണ്. ഞാൻ MP അല്ലാതിരിക്കുന്ന സമയത്ത്. പക്ഷെ അതിനകത്ത് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ എല്ലാവരും, സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാം 5 മണി കഴിഞ്ഞ് അവർ വീടുകളിലെത്തുമ്പോൾ ഒരു നേരം ആവുന്നുണ്ട്. പലരും ദൂര സ്ഥലങ്ങളിൽ വന്ന് പണിയെടുക്കുന്നുണ്ട്. അവിടെ ഒരു വാടക വീടെടുത്ത് വെച്ച് ആ അധിക ചെലവ് ഒഴിവാക്കാൻ വളരെ ദൂരത്ത് നിന്ന് മേനാട് എക്സ്പ്രസ് മുഴുവൻ ഉദ്യോഗസ്ഥരാണ് പോകുന്നത് അല്ലേ. അവര് വീടുകളിലെത്തുമ്പോൾ രാത്രി 8 മണി 9 മണിയാണ്. പക്ഷെ ഇത് പ്രാദേശികമായിട്ടുള്ള പണിയല്ലേ, അത് അത്രയും ദൂരം എന്ന് പറയാനൊക്കത്തില്ല. ഏതാണ്ട് എല്ലാവർക്കും നടന്നെത്തുന്ന ദൂരങ്ങളിലാണ്. അപ്പൊ അത് അവിടുത്തെ അതിന്റെ മുതലാളി ആരാണോ ആ മുതലാളിയായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നേരത്തെ തുടങ്ങാം എന്നൊക്കെ പറയുന്ന രീതികൾ അവലംബിക്കേണ്ടി വരും. ഇത് രാജ്യം മുഴുവൻ ഉള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ, അതായത് 50-55 വർഷമായി പഞ്ചായത്തില് ഇത് ചെയ്യാൻ പറ്റുന്നില്ല? ഇതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. 9 പേർക്ക് ഞാൻ കത്ത് കൊടുക്കാം, ആന്റോ ആന്റണിക്ക് കത്ത് കൊടുക്കാം, 10 പേരായി. പിന്നെ MLAക്കും കത്ത് കൊടുക്കാം. പക്ഷെ അനുസരിപ്പിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. സാർ, ഞാൻ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ ഈ ജില്ലയിൽ കോട്ടയം നമ്മുടെ റെയിൽവേയുടെ പുറമ്പോക്കലുമായി ബന്ധപ്പെട്ട് അധിവസിച്ചു വന്ന ഏതാണ്ട് 500ഓളം കുടുംബങ്ങൾ അരുന്ധതിയ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചക്ലിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. എന്നാൽ കോട്ടയം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോട്ടയം ജില്ലയിൽ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ്, പട്ടികജാതി എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. പട്ടികജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിനാൽ നിരവധിയായ കുട്ടികൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ 3-4 കോളനികളുണ്ട്. കോളനിയല്ല, അമ്പക്കർ നഗരങ്ങളുണ്ട്.
അവിടെ താമസിക്കുന്ന നല്ല അഭ്യസ്തവിദ്യരായ കുട്ടികൾക്ക് അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം. അവരുടെ അവരുടെ ലെറ്റർ പാടി സാറിന് അതെ 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 അവരുടെ ഒരു പൊതുവായ പ്രശ്നമാണിത്. അപ്പോൾ സാറിൻ്റെ ഒരു ശ്രദ്ധ, അപ്പോൾ അവരുടെ ലെറ്റർ പാടി ഓക്കെ അവരുടെ സംഘടനാ ലെറ്റർ പാടി സാറിന് മെയിൽ ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ക്ഷീര കർഷകർക്ക് വേണ്ടിയാണ്. ഞങ്ങളൊരു ക്ഷീര കർഷക ഫാമിലിയാണ്. അപ്പം നമ്മൾ ബാങ്കിൽ നിന്ന്, അതായത് ഞങ്ങൾക്ക് ചെറിയൊരു ഫാമുണ്ട്. ഫാമിന് നമ്മൾ ബാങ്കിൽ നിന്ന് ലിങ്കേജ് എടുത്തു PMEGP വഴി. സബ്സിഡി ഉണ്ട് എന്നും പറഞ്ഞാണ് ഇവിടുത്തെ ക്ഷീര കർഷകരെല്ലാം കുറേ പേര് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കുറേ പേര് എടുത്തതാണ്. ഇപ്പോൾ ആ സബ്സിഡി നിർത്തി വെച്ചിരിക്കുകയെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ആ എടുത്തിരിക്കുന്ന ലോണിന് വൻ തുകയാണ് പലിശ ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സബ്സിഡി കിട്ടാനുള്ള ഇടപെടലും സാറിനൊന്നും ചെയ്യാനൊക്കത്തില്ല. സാറിന് ചെഞ്ചുറാണി മാഡത്തിന് ഒരു കത്തയക്കാൻ പറ്റും, പരിഗണിക്കണം എന്ന് അപേക്ഷിക്കാനും പറ്റും. PMEGP വഴിയാണ് നമുക്കത്. അതെ, പക്ഷെ അവർക്കേ അറിയത്തുള്ളൂ. അതിന്റെ സൈറ്റ് ഇപ്പൊ ഓൺ അല്ലെന്നാ പറയുന്നത്. അത് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അത് കേരള സർക്കാരാണല്ലോ ചെയ്യുക, നമ്മളല്ലല്ലോ, വ്യക്തിഗതമായിട്ടല്ലല്ലോ അല്ലേ. കേരള സർക്കാർ വഴിയല്ലേ ഇത് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് അറിയണം. ഇതിനകത്ത് ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫീസിൽ എത്തിക്കണം. എന്നിട്ട് അത് സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അത് അവിടെ അറിയിക്കും. അത് എന്താന്ന് ചോദിച്ചാൽ മിൽമയില് ഇലക്ഷൻ കഴിഞ്ഞ് അത് പുനരാരംഭിക്കൂ ഡിസംബറിൽ എന്നാണ് ഇപ്പോ അറിയിപ്പ് വന്നിരിക്കുന്നത്. മിൽമയിൽ നമുക്ക് പാലിന് തീരെ വിലക്കുറവാ കിട്ടുന്നത്. പക്ഷെ 1 ലിറ്റർ ഒരുപാട് കാശ് കൊടുക്കുന്നുണ്ട്, അവരും കൊടുക്കുന്നുണ്ട് അല്ലേ. ഞങ്ങൾ കൊടുക്കുന്ന കാശ് നിങ്ങളും കൊടുക്കണമല്ലോ അല്ലേ. വീടുകളിൽ കൊടുത്താൽ 60 രൂപ ഉണ്ട്. നമ്മൾ മിൽമയിൽ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് മാക്സിമം 45 രൂപ കിട്ടും 1 ലിറ്ററിന്. 1 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 59-60 രൂപ ചെലവുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു നടപടി എടുത്തില്ലെങ്കിൽ ക്ഷീരകർഷകർ വലിയൊരു കടക്കണിയിലോട്ടും ആത്മഹത്യയിലോട്ടും പോകും. എനിക്ക് അതിന് നിങ്ങൾ നേരിട്ട് ഇതിനകത്തു നിന്നുള്ള സത്തെല്ലാം വലിച്ചൂറ്റി എടുത്തതിന് ശേഷമുള്ള ചണ്ടി ആണ് ഞങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതൊന്നും വലിച്ചൂറ്റി എടുക്കാതെ നിങ്ങൾ പ്രാദേശികമായിട്ട് ചെറിയ സംഘങ്ങൾ രൂപീകരിച്ച് വീടുകളിൽ നേരിട്ട് എത്തിച്ചു കൊടുത്ത് പൈസ വാങ്ങാൻ നോക്കുക. നാട്ടുകാർക്കും അത്രയും കാശ് കൊടുക്കേണ്ടി വരത്തില്ല. അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് നോക്കുക. അതല്ലാതെ എനിക്ക് ഒരു ഉപദേശവും തരാൻ പറ്റുന്നില്ല. ചെറുകിട സംഘങ്ങൾ ഉണ്ടാവണം. ആ സംഘങ്ങൾ നേരിട്ട് വീടുകളിൽ എത്തിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്നോ?